കേരള സമൂഹത്തിൽ അടുത്ത കാലത്തായി വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്ന ഒരു സംഭവമാണ് സൈനിക് സ്കൂളിലെ നിയമനം വാഗ്ദാനം ചെയ്ത് സ്വകാര്യ സ്കൂൾ അധ്യാപികയിൽ നിന്നും 5 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസും തുടർന്ന് കേസെടുത്തിട്ടും പ്രതികളെ പിടികൂടാൻ ചേർത്തല പോലീസ് കാണിക്കുന്ന അലംഭാവവും. വിദ്യാഭ്യാസം, തൊഴിൽ, നീതിന്യായം എന്നീ സുപ്രധാന മേഖലകളിലെ വിശ്വസ്തതയെ ചോദ്യം ചെയ്യുന്ന ഈ സംഭവം തട്ടിപ്പിന്റെ വ്യാപ്തിയെക്കുറിച്ചും നിയമപാലന സംവിധാനത്തിന്റെ കാര്യക്ഷമതയില്ലായ്മയെക്കുറിച്ചും ഗൗരവമായ ചോദ്യങ്ങൾ ഉയർത്തുന്നു. ചേർത്തല സ്വദേശിനിയായ അധ്യാപികയാണ് ഈ തട്ടിപ്പിനിരയായത്. സർക്കാർ സർവീസിൽ ഒരു സുരക്ഷിത ജോലി എന്ന മിക്ക ഉദ്യോഗാർത്ഥികളുടെയും സ്വപ്നത്തെ ചൂഷണം ചെയ്യുന്ന രീതിയായിരുന്നു പ്രതികൾ അവലംബിച്ചതും. ഫേസ്ബുക്കിലും യൂട്യൂബിലും വന്ന അധ്യാപക ഒഴിവ് പരസ്യമാണ് തട്ടിപ്പിന്റെ തുടക്കം. ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ വിശാലമായ സാധ്യതകളും ജനങ്ങൾ അവയിൽ വെച്ചു പുലർത്തുന്ന വിശ്വസ്തതയും തട്ടിപ്പുകാർ സമർത്ഥമായി ഉപയോഗിച്ചു. പരസ്യത്തിൽ പറഞ്ഞിരുന്നത് ഓയൂരിലുള്ള സൈനിക് ശിഷൻ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലേക്ക് അധ്യാപക ഒഴിവുണ്ടെന്നായിരുന്നു. സൈനിക് എന്ന വാക്കുപയോഗിച്ച് കേന്ദ്ര സർക്കാരിന്റെ സൈനിക സ്കൂളുമായി ഇതിന് ബന്ധമുണ്ടെന്ന് ഉദ്യോഗാർത്ഥികളെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു പ്രധാന ലക്ഷ്യം. കേന്ദ്ര സർക്കാർ സ്ഥാപനം എന്ന പ്രതീതി ജോലിയുടെ സ്ഥിരതയിലും ആനുകൂല്യങ്ങളിലും ഉദ്യോഗാർത്ഥികൾക്ക് വലിയ വിശ്വാസം നൽകി. ഈ കെണിയിൽ വീണാണ് പരാതിക്കാരി അപേക്ഷിച്ചത്. തുടർന്ന് മെയ് മാസത്തിൽ അധ്യാപികയെ ഇന്റർവ്യൂവിന് വിളിച്ചു വരുത്തി. കൊല്ലം സ്വദേശിനിയായ BM ജീവൻ രാജ് മാത്രമാണ് അഭിമുഖം നടത്തിയത്. ഇംഗ്ലീഷ് ടീച്ചറുടെ ഒഴിവിലേക്ക് നിയമനം ഉറപ്പാക്കാമെന്ന് വാഗ്ദാനം നൽകി. ഈ വാഗ്ദാനത്തിൽ വിശ്വസിച്ചാണ് അധ്യാപിക പണം നൽകാൻ തയ്യാറായത്. മെയ് 16-ന് ആദ്യ ഗഡുവായ 1,00,000 രൂപ ജീവൻ രാജിന്റെ ഗൂഗിൾ പേ അക്കൗണ്ടിലേക്കും മെയ് 19-ന് ശേഷിച്ച് 4.50 ലക്ഷം രൂപ ബാങ്ക് അക്കൗണ്ടിലേക്കും പരാതിക്കാരി കൈമാറി. ആകെ 5 ലക്ഷം രൂപയാണ് ജോലിക്കായി കൈമാറ്റം ചെയ്യപ്പെട്ടത്. എന്നാൽ വാഗ്ദാനം ചെയ്ത ജോലി ലഭിക്കാതിരിക്കുകയും നൽകിയ പണം തിരികെ ലഭിക്കാതിരിക്കുകയും ചെയ്തതോടെയാണ് അധ്യാപിക താൻ കബളിക്കപ്പെട്ടതായി തിരിച്ചറിഞ്ഞത്. ഈ തട്ടിപ്പ് സംഘം പ്രവർത്തിച്ച രീതി കൂടുതൽ ഗൗരവകരമാണ്. ഓയൂർ ട്രാവൻകൂർ എഞ്ചിനീയറിംഗ് കോളേജ് ക്യാമ്പസിലെ ഒരു കെട്ടിടമാണ് സ്കൂളായി പരാതിക്കാരിക്ക് കാണിച്ചു കൊടുത്തത്. ഇതൊരു യഥാർത്ഥ സ്ഥാപനമാണെന്ന് വിശ്വസിപ്പിക്കാൻ ഇവർക്ക് കഴിഞ്ഞു. എന്നാൽ അന്വേഷണത്തിൽ ഈ സ്കൂൾ പലയിടങ്ങളിലായി പ്രവർത്തിച്ചിരുന്ന ഒരു സ്ഥാപനമാണെന്നും വ്യക്തമാകുന്നു. മുൻപ് കരുനാഗപ്പള്ളി തഴവയിലും പിന്നീട് ഹരിപ്പാട് മുട്ടത്തുമാണ് ഇത് പ്രവർത്തിച്ചിരുന്നത്. കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് ഓയൂരിൽ എത്തിയതും. നിലവിൽ ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നില്ലെന്നും സ്കൂളിന്റെ ബോർഡ് പോലും എടുത്തു മാറ്റിയ നിലയിലാണെന്നും പരാതിക്കാരി പറയുന്നു. വാടകയ്ക്കെടുത്ത കെട്ടിടം സംബന്ധിച്ച നിലവിലെ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട്. പ്രതികളായ ദമ്പതികൾക്ക് JRJ എന്ന പേരിൽ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി ഉള്ളതായും റിപ്പോർട്ടുകളുണ്ട്. ഇത് തട്ടിപ്പിന് മറയ്ക്കാനുള്ള സാമ്പത്തിക ശേഷിയും സ്ഥാപനവൽക്കരണ ശ്രമങ്ങളുമാണ് സൂചിപ്പിക്കുന്നത്. കൂടാതെ ജീവൻ രാജ് ഒരു അഡ്വക്കേറ്റ് ആണെന്ന് ജീവനക്കാർ പറഞ്ഞതായും ഇയാളുടെ വാഹനത്തിൽ വക്കീൽ സ്റ്റിക്കർ പതിച്ചിരുന്നതായും പരാതിക്കാരി പറയുന്നു. നിയമപരമായ പരിരക്ഷയുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിക്കാനും ഉദ്യോഗാർത്ഥികളിൽ വിശ്വാസം ജനിപ്പിക്കാനും വേണ്ടിയുള്ള ശ്രമമായി ഇതിനെ കാണാം. പരാതിക്കാരിക്ക് പുറമെ കൊല്ലം സ്വദേശിനിയായ മറ്റൊരാളിൽ നിന്നും ഇവർ സമാനമായ രീതിയിൽ പണം തട്ടിയതായി വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും ആസൂത്രിതമായി കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഇവർ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ കേസിന്റെ ഏറ്റവും ഞെട്ടിക്കുന്ന ഭാഗം ചേർത്തല പോലീസിന്റെ നിലപാടാണ്. വ്യക്തമായ പരാതി ലഭിക്കുകയും കൊല്ലം സ്വദേശികളായ BM ജീവൻ രാജ്, ഭാര്യ ഷിബി അൻസ എന്നിവർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിട്ടും പ്രതികളെ പിടികൂടാൻ പോലീസ് യാതൊരു താല്പര്യവും കാണിക്കുന്നില്ല. പ്രതികളുടെ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ലെന്ന വിചിത്രമായ ന്യായമാണ് പോലീസ് ഇതിനായി പറയുന്നത്. ഒരു ക്രിമിനൽ കേസിൽ തട്ടിപ്പ് നടത്തി ഒളിവിൽ പോയ പ്രതികളെ പിടികൂടാൻ പോലീസ് സ്വീകരിക്കേണ്ട നടപടികൾ ഇതല്ല. പ്രതികളുടെ ഫോൺ നമ്പർ സ്വിച്ച് ഓഫ് ആണെങ്കിൽ പോലും അവസാന ടവർ ലൊക്കേഷൻ, കോൾ ഡേറ്റ, റെക്കോർഡ്, ഇന്റർനെറ്റ് ഉപയോഗം എന്നിവ ശാസ്ത്രീയമായി പരിശോധിച്ച് പ്രതികളെ കണ്ടെത്താനാകും. ടവർ ലൊക്കേഷൻ നോക്കിയാൽ പോലും പ്രതികളെ പിടികൂടാമെന്നിരിക്കെ പോലീസ് അതിന് തയ്യാറാകുന്നില്ല. പ്രതികളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ഗൂഗിൾ പേ അക്കൗണ്ടിലേക്കുമാണ് പണം പോയത്. ഈ അക്കൗണ്ടുകളുടെ വിവരങ്ങൾ ശേഖരിച്ചാൽ പണം പിൻവലിക്കപ്പെട്ട സ്ഥലങ്ങൾ, സമയം, മറ്റ് സാമ്പത്തിക ഇടപാടുകൾ എന്നിവ വഴി പ്രതികളുടെ നീക്കങ്ങൾ കണ്ടെത്താൻ കഴിയും. മറ്റു ജില്ലകളിലും സമാനമായ തട്ടിപ്പുകൾ ഇവർ നടത്തിയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ പോലീസ് സ്റ്റേഷനുകളുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ ശേഖരിച്ച് പ്രതികളെ കുടുക്കാൻ കഴിയും. ഈ ലളിതമായ അന്വേഷണ മാർഗങ്ങൾ പോലും പോലീസ് അവലംബിക്കുന്നില്ല എന്നത് പ്രതികൾക്ക് നിയമപാലന സംവിധാനത്തിന്റെ സ്വാധീനമുണ്ടെന്ന സംശയത്തിനും ബലം നൽകുന്നു. പ്രതികൾക്ക് ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങൾ ഉണ്ടെന്ന പരാതിക്കാരിയുടെ സംശയവും ഈ നിസ്സംഗതയിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. സാധാരണക്കാർക്ക് നീതി നിഷേധിക്കപ്പെടുമ്പോൾ പ്രബലർക്ക് സംരക്ഷണം ലഭിക്കുന്നുവെന്ന പ്രതീതി ഇത് പൊതുസമൂഹത്തിൽ സൃഷ്ടിക്കുന്നുണ്ട്. ഈ സംഭവം സമൂഹത്തിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളും വലുതാണ്. എളുപ്പത്തിൽ ജോലി ലഭിക്കുമെന്നുള്ള വിശ്വാസം മുതലെടുത്ത് തട്ടിപ്പുകൾ വർദ്ധിക്കുന്നു. പ്രത്യേകിച്ച് കോവിഡ് കാലത്തും അതിനുശേഷവും സാമ്പത്തിക പ്രതിസന്ധി മൂലം ജോലി അന്വേഷിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിൽ ഇത്തരം തട്ടിപ്പുകൾ കൂടാൻ സാധ്യതയുണ്ട്. പോലീസ് പ്രതികളെ പിടികൂടാൻ വൈകുന്നത്
നിയമം സാധാരണക്കാർക്ക് വേണ്ടിയുള്ളതല്ല, മറിച്ച് സ്വാധീനമുള്ളവർക്ക് വഴങ്ങുന്നതാണെന്ന ധാരണ പരത്തുന്നു. ഇത് ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയിലുള്ള ജനങ്ങളുടെ വിശ്വാസം തകർക്കുന്നു. വിശ്വസ്തതയുള്ള മാധ്യമങ്ങളായ ഫേസ്ബുക്കും യൂട്യൂബും തട്ടിപ്പുകൾക്ക് വേദിയാകുന്നു. ഇത്തരം പ്ലാറ്റ്ഫോമുകളിലെ പരസ്യങ്ങളുടെ വിശ്വസ്തത ചോദ്യം ചെയ്യപ്പെടുന്നു. ജോലിക്കായി പണം നൽകുന്നത് നിയമപരമായി തെറ്റാണെന്ന അടിസ്ഥാന ധാരണ പോലും പല ഉദ്യോഗാർത്ഥികൾക്കും ഇല്ലാത്തത് തട്ടിപ്പുകാർക്ക് സഹായകമാകുന്നുണ്ട്. ചേർത്തലയിൽ നടന്ന ഈ സംഭവം കേവലം ഒരു പണത്തട്ടിപ്പ് എന്നതിലുപരി ഭരണ നിയമപാലന സംവിധാനങ്ങളുടെ കാര്യക്ഷമതയില്ലായ്മയുടെയും രാഷ്ട്രീയ സ്വാധീനത്തിന്റെയും ഒരു നേർചിത്രമാണ്. നിയമപാലകർ തങ്ങളുടെ ന്യായീകരണങ്ങൾ മാറ്റിവെച്ച് പ്രതികളെ ഉടൻ പിടികൂടി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അല്ലാത്തപക്ഷം നീതി വൈകുന്നതോടൊപ്പം സാധാരണ ജനങ്ങൾക്ക് നിയമ സംവിധാനത്തിലുള്ള വിശ്വാസം പൂർണ്ണമായും നഷ്ടപ്പെടും. തട്ടിപ്പിനിരയായ അധ്യാപികയ്ക്ക് നീതി ലഭിക്കേണ്ടത് ഈ വ്യവസ്ഥയുടെ വിശ്വസ്തത നിലനിർത്താൻ അനിവാര്യമാണ്. സംസ്ഥാന പോലീസ് മേധാവിയുടെ അടിയന്തര ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകേണ്ടതും അത്യാവശ്യമാണ്.